നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കനോലി കനാലിൽ ബൈക്കുമായി വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. NTRF നടത്തിയ തെരച്ചിലിൽ പൊന്മാനിക്കുടം കടവിന് 500 മീറ്റർ തെക്ക് ഭാഗം മുനയം കടവിനടുത്തു നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ചാലക്കുടി ദേശീയപാതയിൽ പൊടിശല്യം രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലാണ് പൊടിശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. കനോലി കനാലിൽ ബൈക്കുമായി വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. NTRF നടത്തിയ തെരച്ചിലിൽ പൊന്മാനിക്കുടം കടവിന് 500 മീറ്റർ തെക്കുഭാഗം മുനയം കടവിനടുത്തു നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. പൊന്മാനിക്കുടം പുന്നക്കത്തറ ബാബുരാജിന്റെ മകൻ 19 വയസ്സുള്ള അഖിൽ രാജാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് അഖിൽ രാജ് ബൈക്ക് ഉൾപ്പെടെ പൊന്മാനിക്കുടം കടവിൽ കനോലി കനാലിൽ വീണത്. തുടർന്ന് ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ പുഴയിൽ നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു. യുവാവിനായി ഇന്നലെ വൈകിട്ട് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. NTRF സംഘമാണ് ഇന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചാലക്കുടി ദേശീയപാതയിൽ പൊടിശല്യം രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലാണ് പൊടിശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. കണ്ണിലും മൂക്കിലും പൊടി കയറി ദുരിതമനുഭവിക്കുകയാണ് യാത്രക്കാർ. ഇരുചക്രവാഹന യാത്രികർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പൊടിപടലം പടരുന്നതോടെ മുന്നിൽ പോകുന്ന വാഹനം കാണാനാകാത്ത അവസ്ഥയാണ്. റോഡിൽ കുന്നുകൂടി കിടക്കുന്ന പൊടിയാണ് വാഹനങ്ങൾ പോകുമ്പോൾ ഉയരുന്നത്. റോഡിൽ നിന്നും പൊടി മുഴുവനായും നീക്കം ചെയ്താലേ ഇതിന് പരിഹാരമാകൂ. ഗതാഗതക്കുരുക്കിന് അയവ് വന്നെങ്കിലും പൊടിശല്യം ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാക്കുകയാണ്. അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷനു മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പുലിയുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യജീവൻ സംരക്ഷിക്കുക, പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുക, നിർത്തിവെച്ച ഫെൻസിംഗ് നിർമ്മാണം ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. അരൂർമുഴിയിലെ കൊന്നക്കുഴി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തുകയും സമരക്കാരുമായി ചർച്ച നടത്തി പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന വെറ്റിലപ്പാറ പോസ്റ്റ് ഓഫീസ് പ്രദേശത്ത് 5 ദിവസത്തിനകം പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കുമെന്നും പുഴയോരത്തെ ഫെൻസിംഗ് നിർമ്മാണം സെപ്റ്റംബർ മാസം അവസാനത്തോടെ പൂർത്തീകരിക്കുമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്, സൗമിനി മണിലാൽ, CC കൃഷ്ണൻ, ആതിര ദേവരാജൻ, KK സന്തോഷ്, KS സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റേഞ്ച് ഓഫീസർ 2 വട്ടം നമ്മൾ കണ്ട ഈ കാര്യത്തിൽ അടിയന്തരമായി കൂട് സ്ഥാപിക്കണം എന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അവർ യോഗം കൂടട്ടെ, പുലി വന്ന് നിൽക്കട്ടെ, അതിനുശേഷം നമ്മൾ തീറ്റ വയ്ക്കട്ടെ, പുലിനെ വലിച്ചു കൂട്ടിലിടാം എന്ന നിലപാടാണ് എടുക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ഫോറസ്റ്റുകാരെ നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ രൂപം ഇതല്ല എന്നുള്ളതാണ്. ഈ സമരത്തിൻ്റെ ഈ മനുഷ്യരെ സംഘടിപ്പിക്കുന്ന രൂപം ഇതല്ല എന്ന് നിങ്ങളോട് പറയാണ്. അപ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ഗ്രാമിന് 50 രൂപ കൂടി 9230 രൂപയായി. 12 ദിവസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില ഉയരുന്നത്. പവന് 400 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. പവന് 73,840 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കനോലി കനാലിൽ ബൈക്കുമായി വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. NTRF നടത്തിയ തെരച്ചിലിൽ പൊന്മാനിക്കുടം കടവിന് 500 മീറ്റർ തെക്ക് ഭാഗം മുനയം കടവിനടുത്തു നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ചാലക്കുടി ദേശീയപാതയിൽ പൊടിശല്യം രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലാണ് പൊടിശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.